ഞങ്ങൾക്ക് എന്തും കിട്ടാനുള്ളൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഏത് കാലത്ത് ഏത് ലോകത്ത് ഏത് സൃഷ്ടിയുണ്ടോ അതിനെല്ലാം അനുഗ്രഹമായി മാത്രം വന്ന നേതാവ്, എല്ലാവർക്കും അനുഗ്രഹമായി വന്ന നേതാവ്, ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് അൽ വസീലത വൽ ഫളീല. വസീല എന്ന സ്ഥാനം നൽകണം, ഫളീല എന്ന സ്ഥാനം നൽകണം. ആ സ്ഥാനം കിട്ടിയവർക്കാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുപോലെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഏറ്റവും ഉന്നത പദവിയുള്ളത്. അത് നീ കൊടുക്കുന്നത് ആ നേതാവിനാണെന്ന് ഞങ്ങൾക്കറിയാം. ആ നേതാവിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങളും എന്ന് വരാൻ വേണ്ടി തന്നെ ഞങ്ങളും ഇതാ നിന്നോട് പറയുന്നു. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅത്ഹു അൽ മഖാമൽ മഹ്മൂദ അല്ലദീ വഅദ്ത. അല്ലാഹുവേ, ആ നേതാവിന് നീ ഒരു സ്ഥാനം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതെന്താണ്? റബ്ബുക മഖാമം മഹ്മൂദാ. സ്തുത്യർഹമായൊരു സ്ഥാനത്ത് അങ്ങേ അല്ലാഹു നിയോഗിക്കും നബിയെ. അങ്ങയെ കഠിനമായി എതിർത്ത കക്ഷികളില്ലേ, അങ്ങയെ കല്ലെറിഞ്ഞവരില്ലേ, അങ്ങയെ കൂക്ക് വിളിച്ചവരില്ലേ, അങ്ങയോട് യുദ്ധം ചെയ്തവരില്ലേ, അങ്ങയെ വധിക്കാൻ വന്നവരില്ലേ, അങ്ങയുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി പിടിച്ച് കൊല്ലാൻ നോക്കിയവരില്ലേ, അവിടുന്ന് അതാ വീട്ടിൽ താമസിക്കുമ്പോ 4 ഭാഗവും വന്ന് വളഞ്ഞ് കൊല്ലാൻ പ്ലാൻ ചെയ്ത് വന്ന് വളഞ്ഞവരില്ലേ, ആരെല്ലാം ആരുണ്ടെങ്കിലും നബിയേ അവരെല്ലാം മറ്റുള്ളവരെല്ലാം അങ്ങയെ പുകഴ്ത്തി പറയുന്നൊരു സ്ഥാനം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് പാരത്രിക ലോകം. ലോകത്തുള്ള മുഴുവൻ ആളുകളും ആരും സഹായിക്കാനില്ലാതെ, ആരും സഹകരിക്കാനില്ലാതെ വിയർത്തിങ്ങനെ ഒലിക്കുന്ന സമയത്ത് ബൈനമാഹും മിസ്താസൂബി ആദം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ് കണ്ടില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജനങ്ങളൊക്കെ പോയി ഇസ്തിഗാസ ചെയ്യുന്ന സമയം, സഹായം തേടുന്ന സമയം, ആദം നബി അലൈഹിസ്സലാം നൂഹ് നബിയിലേക്ക്, നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയിലേക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിലേക്ക്, മൂസാ നബി അലൈഹിസ്സലാം ഈസാ നബിയിലേക്ക്, ഓരോ അമ്പിയാക്കളും മറ്റുള്ള അമ്പിയാക്കളോട് സഹായം തേടാൻ വേണ്ടി പറയുമ്പോ അവസാനം ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് എല്ലാവരും അവസാനം എത്തിച്ചു. അവിടെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട്, ഓ നബിയേ ഇസ്ഫഅലനാ, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണേ നബിയേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ റെക്കമെൻഡിന് പറയുന്നൊരു സമയം. ആ സമയത്ത് അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ആ റെക്കമെൻഡിന്റെ സമയത്ത് അവിടുന്ന് അതാ റബ്ബിന്റെ മുമ്പിൽ അദബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. കല്യാണം നിശ്ചയിച്ചതും വിളിച്ചതും പറഞ്ഞതും കൽപ്പിച്ചതും ബാപ്പയും ഉമ്മയുമാണെങ്കിലും നിക്കാഹ് നടക്കുമ്പോൾ അവരോടൊരു സമ്മതമെടുക്കാറില്ലേ? അതബാണത്. ഇതുപോലെ അല്ലാഹുവാണ് നബിയെ ആ സ്ഥാനം കൊടുത്താദരിച്ചതെങ്കിലും അത് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സമ്മതമെടുക്കുന്നത് പടച്ചവന്റെ മുമ്പിൽ ഒരു അദബാണ്. ആദമേ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിച്ച നബിയെ തരാം, റെക്കമെൻഡ് ചെയ്തോ നബിയെ
സ്വീകരിക്കാം എന്ന് അല്ലാഹു പറയുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിചാരണക്കെടുക്കാൻ വേണ്ടി ഒരു റെക്കമെൻഡ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മിണ്ടാൻ ധൈര്യം വരാത്ത സമയമാണ്. ഒരു നബിക്കും ഉരിയാടാൻ ധൈര്യമില്ലാത്ത സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളെല്ലാം എല്ലാ മലക്കുകളും പേടിക്കുന്ന സമയമാണത്. അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ ആ വലിയ ശുപാർശയ്ക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാത്ത ഒരെതിരാളിയുമില്ല, ഒരനുകൂലിയുമില്ല. അതാണ് അൽ മഖാമുൽ മഹ്മൂദ്. ആ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന. വബഅതുൽ മഖാമുൽ മഹ്മൂദല്ലദീ വഅദ്ത. ആ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ പറയുന്ന വാക്കില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നടത്തുന്നവർക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. എന്താണ് ഓഫർ? ബാങ്കിന്റെ ശേഷം ആ പ്രാർത്ഥന നടത്തുന്നവന് ഞാൻ ശുപാർശ പറയുന്നതാണ്, റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തുന്നതാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നല്ല കാര്യം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നും അങ്ങനെ പ്രാർത്ഥന വേണമെന്നും ഖുർആൻ മൊത്തത്തിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നല്ല കാര്യം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിക്കണം. പടച്ചവനോട് പ്രാർത്ഥന നടത്തണം. ഏത് നല്ല കാര്യത്തിന്റെയും അവസാനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. നിസ്കരിച്ച ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, ധർമ്മം ചെയ്താൽ ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അതുപോലെ ഏത് സൽക്കർമ്മം ചെയ്താലും അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട്. അതുപോലെ ഖുർആൻ 30 ഓതിക്കഴിഞ്ഞാൽ അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട്. ഖുർആൻ പാരായണം ചുരുങ്ങിയത് 40 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനും ഓതിത്തീർക്കണം ഓരോ മനുഷ്യനുമെന്ന് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 40 ദിവസം അതിനുള്ളൊരു പീരീഡായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മരിച്ച വീടുകളിൽ 40 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതും. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ അല്ലാഹുവിന്റെ റഹ്മത്ത്, അനുഗ്രഹം ലഭിക്കും. ആ ഖുർആൻ മുഴുവനും ഓതി തീർത്താലോ അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ആ 40 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ കുടുംബങ്ങൾ ഖുർആൻ ഓതിയിട്ട് 40ാമത്തെ ദിവസം മയ്യിത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് കൂടിയവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവ് മുമ്പേ ഉണ്ട്. അത് മയ്യിത്തിന് ഫലം കിട്ടുമെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത വിഷയമാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതിയവർക്കോ അല്ലെങ്കിൽ ഓതാത്തവർക്കോ ആർക്കാണെങ്കിലും ശരി, വല്ലവരും ധർമ്മം ചെയ്താൽ യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാത്തൊരു കാര്യമാണ്. മയ്യിത്തിന് അതുകൊണ്ട് ഉപകരിക്കുമെന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്. മഹാനവറുകളുടെ പുറമെ ഇബ്നു തൈമിയ പറഞ്ഞത് ഞാൻ പറയാൻ കാരണം, സഹോദരന്മാരെ സഹോദരിമാരെ, ചിലപ്പോൾ അവരെ കണ്ണെത്താത്തത് കൊണ്ടാകാം, മനസ്സിലാക്കാത്തത് കൊണ്ടാകാം, മരിച്ച മയ്യിത്തിന്റെ
മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്താൽ അത് തെറ്റായി പോകുമോ എന്ന് ധരിച്ചിട്ടത് ഒഴിവാക്കുന്ന ചിലരുണ്ട്. അവർക്കതറിയാത്തത് കൊണ്ടാണ്. ഇബ്നു തൈമിയ്യ അവരും കൂടി ബഹുമാനിക്കുന്ന പണ്ഡിതനാണ്. അതേ, അവർക്കൊരു തർക്കവുമില്ലാത്ത വലിയ പണ്ഡിതനാണ്. ആ ഇബ്നു തൈമിയ്യ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനും തർക്കമില്ല, മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്താൽ മയ്യത്തിന് ഫലം കിട്ടും, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ മയ്യത്തിന് ഫലം കിട്ടും, അതിൽ തർക്കമില്ല. ഇബ്നു കസീർ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട്, അത് കണ്ട് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം അത് മയ്യത്തിന് ചേരുകയില്ലെന്നൊരു വാക്കുണ്ട്. പ്രതിഫലം ചേരുകയില്ല എന്നതിനർത്ഥം ഫലം കിട്ടുകയില്ല എന്നല്ല. ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ മൈക്ക് സെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അതിന്റെ പ്രതിഫലം ആർക്കാണ്? നമ്മുടെ കേസസിനാണ്. കേസസുകാർക്കാണ്, സലീം ഹാജിക്കും കമ്പനിക്കുമാണ് അതിന്റെ പ്രതിഫലം. അദ്ദേഹം നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹകരിക്കുന്നുണ്ട്, നമുക്ക് പരമാവധി കുറച്ച് തരുന്നുണ്ട്. അതിന് അല്ലാഹു നന്നായി ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട്. പ്രതിഫലം അദ്ദേഹത്തിനാണ്. ഫലമോ? ഫലം എനിക്കും നിങ്ങൾക്കുമാണ്. ഈ മൈക്ക് സെറ്റിന്റെ ഫലം നിങ്ങൾക്കാണ്, എനിക്കാണ്. ഇതിന്റെ പ്രതിഫലം ഇതിന്റെ ഉടമസ്ഥനാണ്. ഇവിടെ ഈ സ്റ്റേജ് ഇതിന്റെ ഫലം നമുക്കാണ്, ഇതിന്റെ പ്രതിഫലം സ്റ്റേജ് ഒരുക്കിയവർക്കാണ്. പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമില്ലേ? ഈ കസേരയുടെ ഫലം നിങ്ങൾക്കാണ്, ആ കസേരയുടെ വാടക അതിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ വാടക, പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമില്ലേ? ഇതുപോലെ നമ്മൾ മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാണ്. ഫലമോ? ഫലം മരിച്ച മയ്യത്തിനാണ്. മരിച്ച മയ്യത്തിന് വലിയ ഫലമാണ്, നിസ്കരിച്ച നമുക്ക് വലിയ പ്രതിഫലമാണ്. അപ്പൊ പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബ്നു കസീർ പറഞ്ഞത് പ്രതിഫലം മരിച്ച ആൾക്ക് കിട്ടൂല, ഓതിയ ആൾക്ക് കിട്ടൂന്നാണ്. ആയിക്കോട്ടെ, അതിന് നമുക്ക് എന്താ വിരോധം? ഓതിയ ആൾക്ക് പ്രതിഫലവും കിട്ടി, മരിച്ച ആൾക്ക് ഫലവും കിട്ടി, വലിയ മഹത്വമായില്ലേ? അതുകൊണ്ടാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതാ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗവും ദുർമാർഗവും വെച്ചിട്ടുണ്ട്. സന്മാർഗം അതാണ് അൽ ഹുദാ, സന്മാർഗം അതാണ് അൽ ഹുദാ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിന് നമ്മൾ നന്ദി ചെയ്യണം. അല്ലാഹുവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം, നല്ലവരായി ജീവിക്കണം, നല്ലവരായി മരിക്കണം. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഓതിയ സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അതുപോലെ സൽക്കർമ്മം ചെയ്ത ഉടനെ എല്ലാം ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ, അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. അങ്ങനെ ഏത് സൽക്കർമ്മത്തിന്റെ അവസാനത്തിനുമുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പ്രസംഗത്തിന്റെ ലാസ്റ്റൊക്കെ നമ്മൾ ദുആ ചെയ്യും. കാരണം ഇൽമു പറഞ്ഞ സദസ്സിലുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനയിൽ, ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, പരിപൂർണമായ പ്രബോധനത്തിന്റെ റബ്ബ് എന്നാണ്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു പ്രബോധനമാണ്. ആ പ്രബോധനത്തിന്റെ ശൈലി നിങ്ങളൊന്ന് നോക്കൂ. എങ്ങനെയാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ ബാങ്ക് വിളിക്കുന്നവൻ വലിയവൻ അല്ല, പള്ളിയുടെ പ്രസിഡന്റ് വലിയവനല്ല, പള്ളിയിലെ മുദരിസ് വലിയവനല്ല, കമ്മിറ്റിയുടെ സെക്രട്ടറി വലിയവനല്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവൻ അല്ലാഹുവാണ്. ഒരു മുസ്ലിമിനും അമുസ്ലിമിനും തർക്കമില്ലല്ലോ. ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ആ അല്ലാഹു വലിയവനാണെന്നതിൽ തർക്കമില്ലല്ലോ. അല്ലാഹു അക്ബർ. ഇതിന്റെ ശേഷം പറയുന്ന വാചകം കണ്ടോ നിങ്ങൾ?
ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോകണ്ട. ഒരു വേദനയുള്ള കാര്യം പറയാനുണ്ടെന്നാണ് ഞാൻ തുടങ്ങിയത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണമെന്നാണ്. അങ്ങനെ പറയുന്നില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ എന്നോട് നിങ്ങൾ എന്തിനത് പറഞ്ഞു എന്ന് ചോദിക്കാൻ ഒരാൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ആർക്കും കംപ്ലൈന്റ് ഇല്ലല്ലോ, ഞാൻ പ്രഖ്യാപിക്കുകയാണല്ലോ. ഇനി നിങ്ങൾക്കും ചിന്തിക്കാം, ആകാശങ്ങളും ഭൂമികളും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹു അല്ലേ ആരാധനക്കർഹൻ. അതാർക്കും ചിന്തിക്കാം. ഞാനത് പ്രഖ്യാപിക്കുന്നവനാണ്. നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് പ്രകോപനമുണ്ടാക്കുന്നില്ല, ആരെയും കോപിപ്പിക്കുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേറ്റ ദൂതരാണെന്ന് ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ചർച്ച ഉണ്ടാക്കുന്നില്ല. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരുവീൻ. ക്ഷണിക്കാഞ്ഞിട്ടാരും വരാതെയായി പോകണ്ട, എല്ലാവരെയും ഒന്നായി ക്ഷണിക്കുന്നു. ഹയ്യ അലസ്സലാഹ്, എല്ലാവരെയും ക്ഷണിക്കുന്നു, ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. ഹയ്യ അലസ്സലാഹ്, ഇതാണ് പ്രബോധന പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമായ സിറാജുൽ ഹുദാ ഇവിടെ സ്ഥാപിച്ച് നടത്തുന്നത് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സിറാജുൽ ഹുദയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സിറാജുൽ ഹുദയിലേക്ക്. ഞങ്ങൾ അമ്പിയാക്കളല്ല. ഈ പാവപ്പെട്ട ഞാനൊരു നബിയല്ല, ഞാനൊരു മലക്കല്ല, നമ്മുടെ മുത്തലിബ് ഉസ്താദുമാർ നബിയുമല്ല. ഇവിടെ മഖ്ബൂൽ മുഹമ്മദ് ഹാജിയോ താഹ തങ്ങളോ ഇബ്രാഹിം ഉസ്താദോ, ഇവിടെ എപ്പോഴും നിങ്ങൾ വന്നാൽ കാണുന്ന സ്റ്റാഫുകളോ പ്രവർത്തകരോ, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഹസനാജിയോ അദ്ദേഹത്തിന്റെ സന്താനങ്ങളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെയുള്ള 100 പ്രവർത്തകർ, PCS തങ്ങളും അതുപോലെ കുടുംബവും, അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ഒരുപാട് ആളുകൾ. ഞാൻ പറഞ്ഞാൽ അത് തീരുകയില്ലല്ലോ. ഞങ്ങൾ ആരും അമ്പിയാക്കളല്ല. ഞങ്ങളിൽ അപാകതകളുണ്ടോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഞങ്ങൾക്ക് ന്യൂനതയുണ്ടോ നിങ്ങൾക്ക് തിരുത്താം, ആർക്കും തിരുത്താം. ഞങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും സംഭവിക്കാത്ത അമ്പിയാക്കളാണെന്ന വാദമൊന്നുമില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ലത് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ.